മാള സ്റ്റേഡിയത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജോഷി കാഞ്ഞുത്തറയും ടി.കെ. ജിനേഷും മീഡിയ ടൈമിനോട് പറഞ്ഞു. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടി ശുചീകരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നതായും അവർ പറഞ്ഞു. ഇവിടെ നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേക്കരനാട് സ്റ്റേഡിയത്തിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടുവന്നിരുന്നത്. പല ആളുകളും ഒരു കാരണവശാലും അത് തുറക്കാൻ സമ്മതിക്കില്ല, തുറപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടതാണ്. പക്ഷേ ഈ ഭരണസമിതി വന്നതിന് ശേഷം, ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ചില തീരുമാനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സ്റ്റേഡിയം തുറന്ന് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 17/1/2026 കൂടിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇത് അജണ്ടയായിട്ട് വയ്ക്കുകയും അജണ്ട പ്രകാരം 19/1/2026 മെയിൻ കമ്മിറ്റിയിൽ വെച്ച് അത് തീരുമാനമാകുകയും ചെയ്തു. ആ തീരുമാനം ഞാൻ ഒന്ന് വായിക്കുകയാണ്. അജണ്ട 8 ഇൻഡോർ സ്റ്റേഡിയം വൃത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് സംബന്ധിച്ച് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം 21 അംഗ ഭരണസമിതിയിൽ 12 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഭൂരിപക്ഷം 12 പേര്, അന്നത്തെ 21 അംഗത്തിൽ 12 പേരും നാളെയുടെ വികസനത്തിനെക്കുറിച്ച് കാഴ്ചപ്പാടോടുകൂടി തന്നെ അന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ ആ തീരുമാനം നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഓൾറെഡി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ജനങ്ങളുടെ മുന്നിൽ അറിയിക്കാനാണ് ഈ അവസരത്തിൽ നമ്മളിങ്ങനെയൊരു പ്രതികരണവുമായി വന്നത്. മറ്റൊരു കാര്യം, മുസ്രീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഭാഗം 1.5 ഏക്കർ നമുക്കറിയാം. 2014 1,61,00,000 രൂപ കേരള ടൂറിസം വകുപ്പിൽ നിന്ന് പാസ്സായി. അന്നത്തെ ടൂറിസം മന്ത്രി അനിൽകുമാറായിരുന്നു. അദ്ദേഹം അതിനുള്ള എല്ലാ സാമ്പത്തികം പാസ്സാക്കുക മാത്രമല്ല, ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ പണി ആരംഭിക്കുന്ന സമയത്താണ് ചില ആളുകൾ കോടതിയിൽ പോയി ആ പ്രദേശം 1.5 ഏക്കർ ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം തടഞ്ഞു വെച്ചത്. അതിനുശേഷം മുസ്രീസ് ഏറ്റെടുത്തു. പക്ഷേ മുസ്രീസ് ഏറ്റെടുത്തെങ്കിലും മുസ്രീസ് ഇത്രയും വർഷമായിട്ടും അതിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും കാഴ്ചവെച്ചില്ല. അതോടൊപ്പം തന്നെ നമ്മൾ യഹൂദ പള്ളി പണം ഉപയോഗിച്ച് ചെലവഴിക്കുകയും, പക്ഷേ ആ പണം ഒരു കാരണവശാലും നമുക്ക് ഗുണകരമായില്ല. അത് കഴിഞ്ഞ മഴക്കാലത്ത് അത് ഇടിഞ്ഞു താഴേക്ക് വീഴുകയും യഹൂദപ്പള്ളി ഇന്ന് ആർക്കും തുറന്നു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്തണം. അതിനെല്ലാം മാറ്റം വരുത്തുന്നതിന് മുസ്രീസിനെ പള്ളിയും സ്റ്റേഡിയമാക്കിയും ബാക്കിയുള്ള സ്ഥലം ഹെറിറ്റേജ് പാർക്കാക്കിയും, അവർ പറഞ്ഞ പോലെ ഹെറിറ്റേജ് പാർക്കാക്കിയും, അതോടൊപ്പം യഹൂദപ്പള്ളി വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ കമ്പിവേലിയിട്ട് ചുറ്റും വയ്ക്കലല്ല, നല്ല മാളയ്ക്ക് അന്തസ്സുള്ള രീതിയിലേക്ക് അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നടത്തി വളരെ ഭംഗിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇനിയുള്ള നാളുകളിൽ കാഴ്ചവെക്കാനാണ് മന്ത്രിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുസ്രീസിൻ്റെയും പുരാവസ്തു വകുപ്പിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും മീറ്റിംഗ് മാള പഞ്ചായത്തിൽ വെച്ച് കൂടാൻ ഒരു ദിവസം ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് അന്ന് കൂടുന്ന തീരുമാനത്തിൽ നമ്മളെടുത്ത തീരുമാനം അവരെ അറിയിക്കുകയും ഈ അറിവ് പ്രകാരം നമുക്ക് ശുഭകരമായ, മാളയ്ക്ക് വളരെ സന്തോഷപരമായ, മാളയിലെ എല്ലാവരും ആഗ്രഹിക്കുന്ന മാതിരിയുള്ളൊരു വികസനം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.